നമുക്കൊരു അൺകംഫർട്ടബിളായ ചോദ്യത്തോട് തുടങ്ങിയാലോ? നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കളയുന്നത്? നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ഒരു നിമിഷം, നിങ്ങൾ പോകുന്നത് ശരിയായ വഴിക്ക് തന്നെയാണോ? ഈ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലും എവിടെയോ തട്ടിയിട്ടുണ്ടാകും അല്ലേ? കൂടുതൽ നേടുന്നത് കൂടുതൽ സന്തോഷം തരും എന്നൊരു ധാരണയുണ്ട്. വിജയമെന്ന് നമ്മൾ വിളിക്കുന്ന ചില കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു സാധാരണ തെറ്റാണിത്. പക്ഷെ ശരിക്കും അതാണോ സത്യം? ഒരു നിമിഷം ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്കൂ. നിങ്ങളിന്ന് ഈ ചെയ്യുന്ന ഓട്ടപ്പാച്ചിലുകളൊക്കെ നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അതോ മറ്റുള്ളവർ വിജയമെന്ന് പറയുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണോ ഈ കഷ്ടപ്പാടെല്ലാം? അപ്പോ പ്രശ്നം എവിടെയാണെന്നല്ലേ? ഒരുപക്ഷേ ഒരു നല്ല ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ധാരണയിൽ തന്നെയാവാം തെറ്റ്. നമ്മളിൽ പലരും തെറ്റായ ഒരു ചുമരിൽ ചാരിവെച്ച ഏണിയിൽ മുകളിലേക്ക് കയറാൻ കഷ്ടപ്പെടുകയാണിപ്പോൾ. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ ചിന്താരീതിയിൽ തന്നെ ഒരു വലിയൊരു മാറ്റം വരണം. അതായത് കൂടുതൽ നേടുന്നതിലല്ല കാര്യം, മറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലാണ്. അർത്ഥവത്തായൊരു ജീവിതത്തിന്റെ രഹസ്യം കൂട്ടിച്ചേർക്കലല്ല, മറിച്ച് ബുദ്ധിപൂർവം ഒഴിവാക്കലാണ്. ഈ ഒരു പ്രയോഗം എത്ര ശക്തമാണെന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിത മൂല്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെടുന്നതിലെ ഒരർത്ഥമില്ലായ്മയുണ്ടല്ലോ, അത് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. അവസാനം ആ ഏണിയുടെ മുകളിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, അയ്യോ ഇത് തെറ്റായ ചുമരാണല്ലോ എന്ന്. അപ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും. ഓക്കേ, അപ്പോ തെറ്റായ ഏണിയിൽ കയറുന്നതിലെ അപകടം നമുക്ക് മനസ്സിലായി. ഇനി അറിയേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ട് എന്നതാണ്. ഈ ഒരു യാഥാർത്ഥ്യം കാര്യങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? വർഷങ്ങളായോ മാസങ്ങളായോ അല്ല, കൃത്യം ദിവസങ്ങളുടെ കണക്കിൽ. ചിലപ്പോൾ ഈ ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അതെ, വെറും 30,000. അത്രയുള്ളൂ ഒരു ശരാശരി മനുഷ്യന് ജീവിക്കാൻ കിട്ടുന്ന ദിവസങ്ങൾ. ഈ ചെറിയൊരു സംഖ്യ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതം എത്ര ചെറുതാണെന്ന്. ഇനി നമുക്ക് ഈ കണക്കൊന്ന് പേഴ്സണലാക്കി നോക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു 35 വയസ്സുണ്ടെന്ന് വെക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ 30,000 ദിവസങ്ങളിൽ ഏകദേശം പകുതിയോളം കഴിഞ്ഞുപോയി. ഈ ചാർട്ടിൽ കാണുന്നതുപോലെ വിലപ്പെട്ട സമയം ഒരുപാട് നമ്മൾ അറിയാതെ കടന്നുപോയി കഴിഞ്ഞു. ഓരോ ദിവസവും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് പോയതാണ്, പിന്നെ ഒരിക്കലും തിരികെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള ഓരോ ദിവസവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ കയ്യില് ഇത്രയും കുറച്ച് സമയമേ ഉള്ളൂന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ എന്തിനാണ് ഈ വിലപ്പെട്ട സമയം പാഴാക്കുന്നത്? എന്നെങ്കിലും ഒരു ദിവസം എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് ജീവിതം ഇങ്ങനെ മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കെണിയിൽ വീണുപോകുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാവിയിൽ എപ്പോഴോ എല്ലാം ശാന്തമാകും, അപ്പോ ജീവിക്കാം എന്നൊരു തെറ്റിദ്ധാരണ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട് എന്നൊരു തോന്നൽ. പക്ഷെ സത്യം അതല്ല. ആ എന്നെങ്കിലും എന്ന് പറയുന്ന ദിവസം ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ട്രാജഡി. നമ്മൾ പറയും, എനിക്കെന്റെ കുടുംബമാണ് ഏറ്റവും വലുതെന്ന്. പക്ഷേ നമ്മുടെ സമയം മുഴുവൻ നമ്മൾ ജോലിക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കുന്നത്. നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള ഈ വ്യത്യാസമുണ്ടല്ലോ, അവിടെ നിന്നാണ് പിന്നീട് ജീവിതത്തിൽ വലിയ ഖേദങ്ങളുണ്ടാവുന്നത്. അപ്പോ എന്താണിതിനൊരു പരിഹാരം, അല്ലേ? ഉത്തരം കേൾക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷെ ചെയ്യാൻ കുറച്ച് ധൈര്യം വേണം. മനഃപൂർവ്വം കർശനമായി ചില കാര്യങ്ങളെ ഒഴിവാക്കുക. അതാണ് ഇതിന്റെ തത്വശാസ്ത്രം. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ഒരു വിലയുണ്ട്. ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നറിയോ? അത് സമയമാണ്. നിങ്ങൾ ഒരു കാര്യത്തോട് യെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നുമാണ് ആ സമയം നിങ്ങൾ എടുക്കുന്നത്. ഈ ഒരു സത്യം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങളൊരു പാർട്ടിക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ആ സമയം നിങ്ങൾക്ക് ഒരു പുസ്തകം വായിക്കാനോ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനോ കഴിയില്ല. അതായത് ഓരോ അതെ എന്ന വാക്കിന് പിന്നിലും ഒരുപാട് വേണ്ടകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ. ഈ ഒരു ആശയം മുഴുവൻ ഈ ഒരു വാചകത്തിലൊതുക്കാം. ഓർക്കുക, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, മറിച്ച് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള ധൈര്യം കാണിക്കുന്നതിലൂടെയാണ്. ശരി, അപ്പോ എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെ എന്ന് നോക്കാമല്ലേ? നമ്മുടെ സമയം തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന വളരെ പ്രാക്ടിക്കലായ 4 സ്റ്റെപ്പുകളുള്ള ഒരു പ്ലാൻ നോക്കാം. ഈ 4 സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്.
ഒന്നാമതായി, നിങ്ങളുടെ സമയം എവിടെയാണ് പോകുന്നതെന്ന് സത്യസന്ധമായി ഒന്ന് ട്രാക്ക് ചെയ്യുക. 2, ഒരു കാര്യത്തോട് നിങ്ങൾക്ക് 100% ആവേശമില്ലെങ്കിൽ ധൈര്യമായി വേണ്ട എന്ന് പറയാൻ പഠിക്കുക. 3, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാലണ്ടറിൽ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വെക്കുക. പിന്നെ അവസാനം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കാം എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊരു കിടിലൻ ഫിൽട്ടറാണ്. ഒരു പുതിയ അവസരം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായ ആവേശമുണ്ടോ? ഉത്തരം ഒരു ഉറച്ച ഹെൽ യാ അല്ലെങ്കിൽ അതുറപ്പായും ഒരു നോ ആയിരിക്കണം. ഈ ഒരു റൂൾ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിലെ പകുതി അനാവശ്യ കാര്യങ്ങളെ ഒഴിവാക്കാൻ. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയേണ്ടത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വെറുമൊരു പ്രൊഡക്ടിവിറ്റി ടെക്നിക്കല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണത്. ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും കഠിനമായ സത്യം. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് അതിരുകൾ വെച്ചില്ലെങ്കിൽ മറ്റുള്ളവർ സന്തോഷത്തോടെ അത് നിങ്ങൾക്കായി ഉപയോഗിക്കും. നിങ്ങളുടെ സമയത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റാരുടെയുമല്ല. ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈയൊരു ചോദ്യം വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കാലണ്ടറിൽ നിന്ന് നാളെ നിങ്ങൾ എന്തൊഴിവാക്കാൻ പോകുന്നു? കാരണം ഓർക്കുക, ഒരു നല്ല ജീവിതം തുടങ്ങുന്നത് ഒരു അതെ എന്ന വാക്കിലല്ല, മറിച്ച് ധൈര്യത്തോടെ പറയുന്ന ഒരു വേണ്ട എന്ന വാക്കിലാണ്.